ആമേൻ, ആമേൻ, ആമേൻ. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കൾ കരുളാൻ, ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കൾ കരുളാൻ മാത്രതയേതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമോ, മാത്രതയേതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമോ, നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയാ, നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയാ, നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടമേ സദനം, നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടമേ സദനം. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ, വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി, വന്ദനം ചെയ്യുന്നു നിന്നടി. ഹല്ലേലൂയ. വന്ദനം പറയുന്ന കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ ഒരു പുതുവഴി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനായി നന്ദി പറയുന്നു. ഇത്ര മഹത്വമുള്ള പദവി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു. പാത്രത ഏതുമില്ല കർത്താവേ, അങ്ങയുടെ കൃപയൊന്നു മാത്രമാണെന്ന് ഏറ്റുപറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സഭയായി ഞങ്ങളെ പരിപാലിച്ചല്ലോ, വ്യക്തികളായി കുടുംബങ്ങളായി ഞങ്ങളെ നടത്തിയല്ലോ, ഞങ്ങളുടെ ദാസന്മാരെ അങ്ങ് പരിപാലിച്ചല്ലോ. രാവിലെയും സ്വസ്ഥതയോടെ സമാധാനത്തോടെ തിരുസന്നിധിയിലേക്ക് കൂട്ടിവരുത്തിയ അങ്ങയുടെ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇത്ര മഹത്വമുള്ള പദവിയിലേക്ക് ആമേൻ ഈ പുഴുക്കളായി ഞങ്ങളെ കൊണ്ടുവന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. മക്കൾ എന്ന പദവിയോട് ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, കൃപ പ്രാപിപ്പാൻ, കരുണ പ്രാപിപ്പാൻ കൃപാസനത്തിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തിയ അങ്ങയുടെ ദയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, സഭാഹുള്ളായിരിക്കുന്നവർക്കായി സ്തോത്രം, വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളുടെ മേശയുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഏകാഗ്രതയോടും ഭക്തിയോടും വിശുദ്ധിയോടും അതിൽ നിന്ന് ഭാഗവാക്കുവാകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി യാഗമായതിനെ ഓർമ്മിപ്പിക്കുന്ന ഞങ്ങളുടെ മേശയിൽ നിന്ന് പങ്കെടുപ്പാൻ ഞങ്ങൾക്ക് ഓരവസരം കൂടെ തരുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ ദാസനിലൂടെ ഞങ്ങളുടെ ഹൃദയമായി സംസാരിക്കണമേ. ദൈവകൃപയുടെ മറവിൽ ഞങ്ങളെ മറച്ചാട്ട് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാം, കരങ്ങളെ ഉയർത്തി. ദൈവനാമത്തെ നമുക്കൊന്ന് ഉയർത്താം, കരങ്ങളെ ഉയർത്തി. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും സ്വസ്ഥതയോടെ ഏകാഗ്രതയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ അവിടുന്ന് കൂട്ടിവരുത്തിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മൾ കടന്നു പോയിരിക്കാം. എങ്കിലും ഇന്ന് രാവിലെയും സമാധാനത്തോടെ ദൈവസന്നിധി നമ്മെ കൂട്ടിവരുത്തി കർത്താവിന് നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. Praise the Lord, 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 praise the Lord. 148 സങ്കീർത്തനം, 148 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. Psalm number 148. വായിക്കുന്നു. യഹോവയെ സ്തുതിക്കുവീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിക്കുവീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിക്കുവീൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിക്കുവീൻ, പ്രകാശമുള്ള സകല നക്ഷത്രമായുള്ളവയെ അവനെ സ്തുതിക്കുവീൻ.
അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. തിമിംഗലങ്ങളും എല്ലാ ആഴിയുമായുള്ളവേ, ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിക്കുവീൻ. പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും, ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും, ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും, ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. ചേർന്ന് വായിക്കാം. തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിനൊരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിക്കുവീൻ. ഹല്ലേലൂയ. ഈ അനുഗ്രഹപ്പെട്ട സങ്കീർത്തന ഭാഗത്തിനായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ആരെയും ഒഴിവാക്കിയിട്ടില്ല സ്തുതിക്കുന്നതിൽ നിന്ന്. സൃഷ്ടികളെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. നാം ഒരു കൽപ്പനയിൽ അല്ല സ്തുതിക്കുന്നത്, നാം അവനോടുള്ള സ്നേഹത്തിൽ, അവൻ നമുക്ക് വേണ്ടി രക്ഷകനായി തന്റെ പുത്രനെ അയച്ചതിൽ, അവന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തതിൽ നാം അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെയും ആ നല്ല കർത്താവിനെ, യേശു നല്ലവനെന്നോർത്തുകൊണ്ട്, അവന്റെ ദയ എത്രയോ വലിയതെന്നോർത്ത്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അവനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തി ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. കാത്തുകാത്തല്ലോ അവനെങ്കിലേ ചാഞ്ഞുവല്ലോ. കാത്തുകാത്തല്ലോ അവനെങ്കിലേ ചാഞ്ഞുവല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
മഹത്വവും മഹത്വവും ബലവും ജ്ഞാനവും ശക്തിയും ബഹുമാനവും കർത്താവിന് അർപ്പിക്കാം. ഹല്ലേലൂയ. അവൻ നല്ലവൻ, അവൻ നല്ലവൻ, അവൻ വല്ലഭൻ, അവന്റെ ദയ എത്രയോ വലിയത്. കാലുകളെ ഉറപ്പുള്ള പാറമേൽ നിർത്തി യമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We praise you, Lord. Thank 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 you, Lord. Hallelujah, 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 hallelujah. Hallelujah, we praise you, we praise you, we praise you. ഒരു പാട്ട് നിർത്തിയത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നിർത്തണ്ട. അവന്റെ സ്തുതി ഇന്ന് രാവിലെ നമ്മുടെ ഉള്ളിൽ നിന്ന് മുഴങ്ങട്ടെ. അവനോടുള്ള സ്നേഹത്തിൽ, അവനോടുള്ള അനുരാഗത്തിൽ, അവനോടുള്ള ആ സമർപ്പണത്തിൽ, ആരാധനയിൽ അവനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ വിശ്വസ്തൻ, അവൻ നല്ലവനായ ദൈവം, അവൻ വലിയവനായ ദൈവം, അവൻ ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. അവനെ പോലെ മറ്റൊരു ദൈവമില്ല, അവന്റെ നാമത്തെ പോലെ മറ്റൊരു നാമവുമില്ല. Hallelujah, we praise you, we praise you, we praise you, we praise you, Lord. Hallelujah, hallelujah, hallelujah. ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ, സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. ആ തമ്പുരാന്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. രാവിലെയും അവൻ ആരാണെന്ന് മനസ്സിലാക്കി അവന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധന. രാവിലെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി രാവിലെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ഉള്ളു നിറഞ്ഞ് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി നാം ഇവിടെ ആരെയും കാണുവാനല്ലോ വന്നിരിക്കുന്നത്, അവിടുത്തെ മുഖദർശനത്തിന് വേണ്ടിയാണല്ലോ വന്നിരിക്കുന്നത്, അവിടുത്തെ കരസ്പർശനത്തിന് വേണ്ടിയാണല്ലോ, അവിടുത്തെ ശബ്ദം കേൾക്കുവാനാണല്ലോ. നമുക്ക് അവനുമായിട്ടാണ് കാര്യം ഇന്ന് രാവിലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തോളം ഏകാഗ്രതയിൽ ഈ ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ, സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ, സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ വൻ കൃപയെ എന്നും
മാത്രമാണ് വഴി, അങ്ങ് മാത്രമാണ് സത്യം, അങ്ങ് മാത്രമാണ് ഏക രക്ഷാമാർഗം. ഓ ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, ധ്യാനത്തോടെ ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമം ഹല്ലേലൂയ. ഓ ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമം ശിക്ഷയതേറ്റെനിക്കായി. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. ഓ മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയത് എനിക്കായി. ഒരിക്കൽ കൂടെ ഓ മുൾമുടി ചൂടിയതും എനിക്കായി, ഒരിക്കൽ കൂടെ പാടാം. മുൾമുടി ചൂടിയത്, ഓ മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്ക് യോഗ്യനായവനെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ആമേൻ. പരിശുദ്ധനെ കരുണാനിധിയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരുണാനിധിയെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വിശ്വസതയെ ഓർത്തങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പരിപാലനത്തെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. Praise you, Lord. Hallelujah. Praise you, praise you, praise you, praise you. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്ക് യോഗ്യനായവനെ. We praise you, Lord. Hallelujah, 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 hallelujah. Thank you, Lord. 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 Hallelujah, 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 hallelujah. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയ. ജീവനില്ലാതിരുന്ന നമ്മെ ജീവൻ നൽകി തരുവാൻ, നിത്യജീവൻ നൽകി തരുവാൻ അവിടുത്തെ ഏറ്റ പങ്കപ്പാടുകളെ നമുക്ക് ഓർക്കാം. അവിടുത്തെ സ്നേഹത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധനെ ഞങ്ങളെ സ്തുതിക്കുന്നുവെന്ന് പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള പ്രയോജനം, ആരാധന മുഖ്യ വിഷയം എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശ് വരണം. രാവിലെ മേശയ്ക്ക് മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. അവിടുത്തെ യാഗമരണത്തെ നമുക്ക് ഓർക്കാം, അവിടുത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയത് എനിക്കായി. ഹല്ലേലൂയ. ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഏകാഗ്രതയോടെ അവനെ സ്തുതിച്ചുകൊണ്ട് ഭക്തിയോടെ കർത്താവിന്റെ സന്നിധിയിൽ തുടർന്നുള്ള സമയങ്ങളായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷാനുഗത്തിന് വേണ്ടി കർത്തദാസൻ ജെയ്സൺ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധപിതാവേ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് കർത്താവേ അങ്ങയുടെ ആ യാഗത്തെ ഓർക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തെ ഒന്നുകൂടെ സ്മരിക്കുവാൻ ഒരു അവസരം കൂടെ തന്നതിനായി നന്ദി കർത്താവേ. ക്രൂശ് ചുമന്ന് തളർന്നെനിക്കായി, ഘോരമാം പീഡ എനിക്ക് വേണ്ടിയേറ്റ്
പാപിയായ എന്നെ വീണ്ടെടുപ്പാനപ്പാ അങ്ങേക്ക് പ്രസാദം തോന്നിയില്ലോ കർത്താവേ. സ്തോത്രം, ആ സ്തോത്രം, സ്നേഹത്തെ സ്തോത്രം, എത്ര സ്തോത്രം, വർണ്ണിച്ചാലും സ്തോത്രം, ഓ സ്തോത്രം, ആഴമായ ആ സ്നേഹത്തിന്റെ ആഴത്തെ ഒരു പ്രാവശ്യം കൂടെ ഓർക്കുവാൻ, അത് ഓർത്ത് ഹൃദയം നിറഞ്ഞ് നന്ദിയോടെ അങ്ങേക്ക് പാടുവാൻ, അങ്ങ് നല്ലവനെന്നും അങ്ങ് വല്ലവനെന്നും അങ്ങ് മാറാത്തവനെന്നും അങ്ങ് വിശ്വസ്തനെന്നും അങ്ങ് മാത്രം ഏകരക്ഷകനെന്നും കർത്താവേ സ്തുതികൾക്ക് യോഗ്യൻ അങ്ങ് മാത്രമാണെന്ന് ഒരു പ്രാവശ്യം കൂടെ പാടി അങ്ങേ ആരാധിപ്പാൻ ഒരു അവസരം കൂടെ തന്നതിനായി നന്ദിയപ്പാ. സർവ്വ ബഹുമാനവും ആരാധന സ്തുതി പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു. നിങ്ങളുടെ നാമം മാത്രം പകൽക്കാലം മഹത്വമെടുക്കുവാൻ കൃപ ചെയ്താട്ടെ. നിങ്ങളുടെ ദാസനോട് നിങ്ങളോട് സംസാരിച്ചാട്ടെ. ഓ ഏകാഗ്ര ഹൃദയത്തോടെ തിരുസന്നിധിയിൽ ഞങ്ങളെ ഇരുത്തിക്കാട്ടെ. മഹത്വോപശനം എടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ ആലയത്തിലും സൂമിലും ആയിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും കർത്തൃവൃത്തന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവപാദപീഠമായിരിക്കാൻ കർത്താവ് ഒരു സാവകാശം ഒരുക്കി. Before I go further, I invite our little ones to come forward. അതില്ലയോ? Galatians 5 verses 22 to 23. For the fruits of the spirits are love, joy, peace, patience, kindness, goodness, faithfulness, gentleness, self-control. Against such thing there is no law. Philippians 2 verse 9 through 11. Therefore God exalted him to the highest place and gave him a name that is above every name, that at the name of Jesus every knee should bow, in heaven and on earth and under the earth, and every tongue acknowledge that Jesus Christ is Lord, to the glory of God the Father. Philippians 2 verses 9 through 11. Therefore God exalted him to the highest place and gave him a name that is above every name, that at the name of Jesus every knee should bow, in heaven and on earth and under the earth, and every tongue acknowledge that Jesus Christ is Lord, to the glory of God the Father. For while we were still helpless, at the right time Christ died for the ungodly. Romans 5:6. Ephesians 2:14. For he himself is our peace, who has made both one, has broken down the middle wall of separation. വരുന്നോ? That's okay. What about Bethany? പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. അഭ്യസനം പ്രാപിക്കുന്ന സ്ഥലമാണ് ദൈവസഭ. അതാരംഭിക്കുന്ന കുടുംബത്തിൽ നിന്നാണ്. ഈ രാവിലെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ സൺഡേയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് പ്രാർത്ഥിക്കാമോ? വക്രതയും കോട്ടവുമുള്ള തലമുറ. നമ്മൾ വളർന്ന സാഹചര്യമല്ല ഇവർ വളരുന്നത്. നമ്മൾ പോകുന്നവരല്ല ഇവർ പോകുന്നത്. നമ്മളെ കണ്ടതുപോലല്ല ഇവർ കാണുന്നത്. ഇതിൻ്റെ മധ്യേ പരമാർത്ഥ ഹൃദയമുള്ളവരായി, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഇവരുടെ ചെറുപ്രായം മുതൽ കർത്താവ് ഇടയാക്കേണ്ടതിന് സഭയുടെ ശ്രദ്ധേയ പ്രാർത്ഥന.
നമ്മുടെ പല വിഷയങ്ങളും പേഴ്സണലായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ സമയം കഴിഞ്ഞാൽ, കർത്താവിന് വരെ താമസിച്ചാൽ, അടുത്ത തലമുറ ഈ സത്യത്തോട് നിൽക്കുവാനും വചനത്തോട് നിൽക്കുവാൻ അവരെ പരിശുദ്ധാത്മാവ് മാത്രമേ അഭ്യസിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സാമുവേൽ ജോഷുവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. മുമ്പോട്ടൊന്ന് പരിചയപ്പെടുത്തുകയും ഇന്നലെ വചന ശുശ്രൂഷ കർത്താവ് സാവകാശം കൊടുത്തു. മുമ്പോട്ടൊന്ന് എൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളും സാക്ഷ്യമായിട്ട് ചുരുക്കമായി ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. വൻസേകയും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ മാത്യു മുൻ പാസ്റ്ററിനായി, അസോസിയേറ്റ് പാസ്റ്റേഴ്സിനായി, മറ്റെല്ലാ ദൈവമക്കൾക്ക് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നലെ അല്പമായി ഞാൻ എൻ്റെ സാക്ഷ്യം പറയുവാനിടയായി. ഞാൻ എൻ്റെ സ്വദേശം അടൂർ ഏഴംകുളത്താണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ബാംഗ്ലൂരിലേക്ക് കടന്നു പോകാനും ബോംബെയിലേക്ക് ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാനിടയായി. അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു. അതിനുശേഷം അവിടെ നിന്ന് ഖത്തറിലേക്ക് കടന്നു പോകാനിടയായി. ദോഹയിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വിളി കേട്ട് ജോലി രാജിവെച്ച് ബാംഗ്ലൂരിലേക്ക് കടന്നു വരുവാനും അതിനുശേഷം ഹല്ലേലൂയ ഏകദേശം ബാംഗ്ലൂരിൽ നിന്ന് 200 കിലോമീറ്റർ ഇൻസൈഡിലൊരു വില്ലേജിൽ സഭ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഫാമിലിയായി താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഏകദേശം ഇപ്പോൾ 28 വേല ഉണ്ട്. സൗത്ത് സൈഡിലുള്ള പല ഡിസ്ട്രിക്റ്റുകളിലായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകുന്നു. പല പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും ഹല്ലേലൂയ ദൈവം ആ വേലയെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. ആ മിഷനോടുള്ള ബന്ധത്തിലാണ് ഈ ദേശത്തിലേക്ക് കടന്നു വരുവാനിടയായ. ദൈവം സഹായിച്ചാൽ ഇന്ന് വൈകിട്ട് തന്നെ ഡാളസിലേക്ക് കടന്നു പോവുകയും ചൊവ്വാഴ്ച നാട്ടിലേക്ക് കടന്നു പോകാനും ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിച്ചോളുന്നു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ദൈവസദസ്സിനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദോഹയിലായിരുന്നപ്പോൾ പ്രിയ മാത്യൂസ് ബ്രദറും ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ചർച്ചിലായിരുന്നു. അതുപോലെ തന്നെ മോൻസിച്ചായൻ ഡാളസിലേക്ക് എനിക്ക് തോന്നുന്നു ഡിട്രോയിറ്റിലേക്ക് പോയെന്നു അച്ചായനും ഒക്കെ ഒരുമിച്ച് ഞങ്ങൾക്ക് ആ സഭയിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള ഭാഗ്യം ഒരുക്കി. അങ്ങനെയാണ് ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയത്. തുടർന്ന് ഞങ്ങളെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ കാണിച്ച എല്ലാ സഹകരണത്തിനും എൻ്റെ പ്രത്യേകമായ നന്ദിയെ ഞാൻ കരയറ്റുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. എൻ്റെ അവസ്ഥകൾ മാറിടുവാ എന്നിൽ രൂപം വരുവാ ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. എൻ്റെ അവസ്ഥകൾ മാറിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന ചിന്തകളെയും ചിന്താമണ്ഡലങ്ങളെയും സാഹചര്യങ്ങളെയും വ്യത്യാസം വരുത്തുന്ന ദൈവവചനത്തിനായി സ്തോത്രം. ഈ പകലും ഞങ്ങളോട് വീണ്ടും സംസാരിക്കുമല്ലോ. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. തീത്തോസിൻ്റെ ലേഖനം ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സസ് 11 through 13. ദൈവം
For the grace of God that brings salvation has appeared to all men, teaching us that denying ungodliness and worldly lust, we should live soberly, righteously, and godly in the present age, looking for the blessed hope and glorious appearing of our great God and Savior, Jesus Christ. Savior, Jesus Christ. Praise the Lord. അതൊക്കെ പറയുമ്പോൾ സ്തോത്രം നന്നായിട്ട് പറയും. അവരെ അനുഭവിച്ചറിഞ്ഞവരായിരിക്കുന്നത്. ഈ വിഷയം വേറൊരു ടോപ്പിക്കിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ മെസ്സേജ് വരുന്നു വിചാരിച്ചിരിക്കരുത്. അന്ന് സംസാരിച്ച വിഷയം എന്നറിയാമോ? അതുകൊണ്ട് ഇന്ന് അതിന് സംസാരിച്ചാലും കുഴപ്പമില്ല. അപ്പിയർഡ് ഗ്രേസ് ഓഫ് ഗോഡ്, അത് അന്ന് സംസാരിച്ചു. ഉദിച്ച ദൈവകൃപ, ഇന്നതല്ല. ഇന്ന് ദി ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് ബ്രിങ്സ് സാൽവേഷൻ. ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് ബ്രിങ്സ്, രക്ഷാകരമായ ദൈവകൃപ. ആൾക്കാർ വളരെ കുറവാണ്. പലരും യാത്രയിൽ, പലരും ഭവനത്തിൽ, സൂമിൽ, പല സീറ്റുകളും അവരുടെ അസൈൻഡ് സീറ്റ് കാലിയാണ്. നിങ്ങൾ അവിടെ കയറി ഇരിക്കാത്തതിനാൽ സ്തോത്രം. എന്നാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ അവർ വന്നില്ലെന്നാണ് മുകളിലൊക്കെ ഇരിക്കേണ്ടത്. അപ്പോൾ സാരമില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രക്ഷാകരമായ ദൈവകൃപ, അത് ഞാൻ പല നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ നിൽക്കണേ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് ബ്രിങ്സ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് കാരണമായ, രക്ഷയെ കൊണ്ടുവരുന്ന. അടുത്തത് രക്ഷയെ എടുത്ത്, ബ്രിങ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ നോക്കിയപ്പോൾ ഡിക്ഷണറിയിലെ കൊണ്ടുവരുന്ന, എടുത്തു കൊണ്ടുവരുന്ന നോക്കിയ. ആരെ കൊണ്ടുവരുന്ന? അവൻ ചേർന്ന് സഹകരിച്ച് രക്ഷയെ കൊണ്ടുവരുന്ന ദൈവകൃപ. നമ്മുടെ മലയാളത്തിൽ രക്ഷയ്ക്ക് കാരണമായി എഴുതിയിരിക്കുന്നത് രക്ഷയെ കൊണ്ട് ബ്രിങ്സ് സാൽവേഷൻ. പ്രൈസ് ദി ലോർഡ്. പൗലോസിൻ്റെ രക്ഷാകേന്ദ്രീകൃതമായ ലേഖനങ്ങളുണ്ട്. രക്ഷ, അതിലൊന്നാമത്തെ പ്രഥമ ലേഖനം അറിയാമെന്ന് റോമാലേഖനം. അനേക ഗ്രേറ്റ് ലീഡേഴ്സ് ഓഫ് ക്രിസ്ത്യൻഡം പലരും ഈ റോമാലേഖനം വായിച്ച വിശ്വാസത്തിലേക്ക് വരുന്നത്. അവരൊരു പ്രസംഗം കേൾക്കാനോ എങ്ങും പോയി ഒന്നും ചെയ്തില്ല. അവരുടെ കയ്യിൽ കിട്ടിയ തിരുവചനത്തിൽ റോമാലേഖനം വായിച്ചപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം. കത്തോലിക്ക സഭയുടെ ചടങ്ങുകളും ആചാരങ്ങളും ജീവിച്ച പലരും ഇത് വായിച്ച ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് ജീവിതം നയിക്കാൻ തീരുമാനമെടുത്തു. അപ്പോൾ റോമാലേഖനം, 1-2 കൊരിന്ത്യ ലേഖനം, അതുപോലെ ഗലാത്യ ലേഖനം, ഇതൊക്കെ രക്ഷയ്ക്ക് ആധാരമായ വിഷയങ്ങൾ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ്. എൻ്റെ വിഷയം രക്ഷയ്ക്ക് കാരണമായി തീർന്ന ദൈവകൃപ. പഴയ നിയമത്തിലെ ഭക്തന്മാർ ഹൃദയത്തിൽ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. മോശയും ദാവീദുമൊക്കെ. ദാവീദിൻ്റെ താല്പര്യം 14-ാം സങ്കീർത്തനത്തിലും 53-ാം സങ്കീർത്തനത്തിലും അറിയാം. നിങ്ങൾക്കറിയാം വാക്കും, രണ്ടും ഒരുപോലെയുള്ള വാക്ക് അവിടെ ഉള്ളൂ. 53-ന്റെ അവസാനവും 14-ന്റെ അവസാനവും എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. എന്തുവാ? ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ. അതിന് മുമ്പിൽ ഒരു വാക്യങ്ങളുണ്ട്. സിയോനിൽ നിന്ന് ഒന്ന് വായിച്ച് അവിടെ നിന്ന് തന്നെ. സിയോൻ, ദൈവജനത്തിൻ്റെ രക്ഷ സിയോനിൽ നിന്ന് വന്നിരുന്നു എങ്കിൽ വന്നിട്ടില്ല. അവരുടെ ആഗ്രഹമാണ്, ഹൃദയത്തിൽ, ഇന്നലെ രാത്രി പറഞ്ഞ പോലെ ഹൃദയത്തിലെ ഞരക്കമാണ്, കർത്താവേ രക്ഷയൊന്ന് വന്നിരുന്നെങ്കിൽ.
അതുകൊണ്ടല്ലേ 2 സങ്കീർത്തന ഭാഗത്ത് ദാവീദ് എഴുതി വെച്ചിരിക്കുന്നത്, രക്ഷ വന്നാൽ എന്ത് ചെയ്യും? ജനത്തിന്റെ സ്ഥിതി മാറും. അനുഭവിച്ചതല്ല ഇവിടെ ഇരിക്കുന്നത്. രക്ഷ വന്നാൽ ജീവിതങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ ആ പാട്ട് പാടിയത്, എൻ്റെ അവസ്ഥകൾ മാറിയിടുവാൻ, എൻ്റെ ജീവിതത്തിൽ എന്താ രൂപാന്തരം. ഈ സ്ഥിതി മാറുക എന്ന് പറയുന്നത് നാം ടെൻറ്റിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോകുന്ന ഇന്നത്തെ കാര്യം വലിയ പാട്ട് പറഞ്ഞു കേട്ടോ. നാം കുടിലിൽ നിന്ന് വലിയ മഹലിലേക്ക് പോകുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നേ. സ്ഥിതി മാറുക, ജീവിത സാഹചര്യം, ജീവിതത്തിന് വ്യത്യാസം വരുന്ന, നടപ്പിന് വ്യത്യാസം വരുന്ന, സംസാരത്തിന് വ്യത്യാസം വരുന്ന. ദൈവവൈദ്യനാഥന് മുമ്പും കള്ളം പറയും, ദൈവദൂതനായ ശേഷവും കള്ളം പറയും. ബാക്കി നിങ്ങൾ പറയണം. അന്നും കോപിക്കും, മലയാളമല്ലേ പറയുന്നത്, ഇന്നും കോപിക്കും. അന്നും അസൂയയുണ്ട്, ഇന്നും അസൂയയുണ്ട്. അന്നും തലയുടെ പണിയുണ്ട്. വല്ല വ്യത്യാസം വന്നോ? രക്ഷ വന്നാൽ, രക്ഷ വന്നിരുന്നുവെങ്കിൽ, സാഹചര്യം മാറുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രയേൽ ആനന്ദിക്കും. പക്ഷേ സ്വന്തം ജനമായ ഇസ്രയേൽ അത് അനുഭവിച്ചില്ല കേട്ടോ. ജീവിതം മുഴുവനും പിറുപിറുപ്പായിരുന്നു. പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത് പിന്മാറ്റിട്ട് പോയവരെ മടക്കി കൊണ്ടുവരാനാണ്. അന്നും ഇന്നും പ്രവാചക ശുശ്രൂഷ അത് തന്നെയാണ്. ഒരു സ്വതന്ത്രം പറയണേ, നിന്നെ വാലല്ല തലയാക്കെന്ന് പറഞ്ഞ ഒരു പ്രവാചകന്റെയും ആവശ്യമില്ല. ഞാനങ്ങ് പറയട്ടെ, ആര് വന്നാലും ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കുന്ന പ്രവചനമാണെങ്കിൽ അവൻ പ്രവാചകനാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലയോ? കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു പ്രസംഗിച്ചു, നമ്മുടെ ശബരിയക്കാരിയെ കുറിച്ച്. അവിടെ എന്താ പറഞ്ഞറിയാമോ? ഞാനൊരു പ്രവാചകന്റെ അടുത്ത് പോയി. ആദ്യം പറഞ്ഞത് അവനൊരു യഹൂദൻ, അടുത്ത വെളിപ്പാട് അവനൊരു പ്രവാചകൻ. നിനക്കെന്നാ പ്രയോജനം? അയ്യോ, ഞാൻ പറഞ്ഞു തരാമെന്നേ. ഞാൻ അവൻ്റെ അടുക്ക് പോയപ്പോൾ ഞാൻ ആരാന്ന് അവൻ എന്നോട് പറഞ്ഞു. ഇതല്ലയോ വേണ്ടത്? ഇതല്ലയോ വേണ്ടത്? ഞാൻ ആരെന്ന് എന്നോട് പറയുന്ന ഒരുവൻ അത് വ്യക്തിയിൽ കൂടി പ്രവചിച്ചാൽ അത് പ്രവാചകനാ. പ്രവചന ശുശ്രൂഷ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യുന്ന വ്യക്തി കൂടിയാ. പക്ഷെ ഏറ്റവും വലിയ പ്രവചനം ഈ തിരുവചനമാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രവചനവും, ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവാചകൻ ആര് പ്രവചിച്ചാലും അത് ഏറ്റെടുക്കണം. തള്ളിക്കളയൊന്നും വേണ്ട, എടുത്ത് ദൂരെ കളയൊന്നും വേണ്ട, പക്ഷെ ഏറ്റെടുക്കണ്ട. ആരും മിണ്ടിയില്ലല്ലോ, എന്നാ ഏറ്റെടുത്തോ. അല്ലേ, പിന്നെ സകലവും ആര് ചെയ്യണം? പിണങ്ങൊന്നും വേണ്ട, പക്ഷെ ഇഗ്നോർ ചെയ്താൽ എങ്ങനെയെങ്കിലും തട്ടുമുട്ടി പൊയ്ക്കോട്ട് പുള്ളി. നമുക്കിതൊന്നും വലിയ ബാധകമായിരിക്കില്ല. മുമ്പോട്ട് പോകണം, അതല്ല എൻ്റെ വിഷയം. യാക്കോബ് സന്തോഷിക്കും, ഇസ്രയേൽ. ഈ രക്ഷ പ്രാപിച്ചവന്, രക്ഷപ്പെട്ടവന്റെ മുഖത്ത് കണ്ട ഒരു സന്തോഷമുണ്ട്. ബൈബിൾ അങ്ങനെയാ പറയുന്നേ. ദൈവസന്നിധിയിൽ വന്ന് സന്തോഷിച്ചാൽ പിന്നെ എവിടെ സന്തോഷിക്കുന്നത്? സീരിയലിന് മുമ്പിലാണ് സന്തോഷിക്കുന്നത്. ഇത് പഴയ നിയമഭക്തന്മാർ ആഗ്രഹിച്ചതാ. പക്ഷെ പുതുനിയ ഭക്തന്മാർക്ക് വേണ്ടി അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും, അവന്റെ വലഭാഗത്ത് എന്നും പ്രബോധവും. ദൈവാലയത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, ആത്മാവ് ഉണ്ടെന്ന് പറയുന്നതിന് മുഖത്ത് പ്രസരിപ്പ് വേണം. ആത്മാവിൽ സന്തോഷിക്കുന്ന വാക്യമില്ലേ? പരിശുദ്ധാത്മാവ് പ്രാപിച്ചോണ്ട് അന്ന് അന്യഭാഷ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ച അതല്ല വിഷയം. അന്യഭാഷ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ല, പറയുന്ന ആളാണ് ഞാൻ, അതല്ല വിഷയം. നിന്റെ മുഖത്ത് കണ്ടാൽ മനസ്സിലാകണം നീ ആത്മാവിന് നിറവ് പ്രാപിച്ച വ്യക്തിയാണ്. രക്ഷ ഒന്ന് വന്നിരുന്നെങ്കിൽ ജനത്തിന്റെ സ്ഥിതി മാറുമായിരുന്നു.
നീണ്ട നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഭക്തന്മാരൊക്കെയും ആഗ്രഹിച്ചു മൺമറഞ്ഞു. ദൈവമക്കളെ, നമുക്ക് ലഭിച്ച ഭാഗ്യപദവി ഒന്നുമില്ലാതെ ഓർത്തെങ്കിലും ദൈവം സ്തുതിക്കണേ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, ദാവീദ്, ശലോമോൻ, ഒത്തിരി ദേവദാസ്, ഇസയ്യാവ്, ഇരമ്യാവ് എല്ലാം മൺമറഞ്ഞു. അവരെല്ലാം കാക്ഷിച്ചത് രക്ഷയാ. ഇന്ത്യക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭക്തൻ, ഞാനങ്ങ് വിചാരിക്കുന്ന ഒരു മധ്യവയസ്കനോ അല്ലെങ്കിൽ അത് ചെറുപ്പക്കാരനോ ആയിരിക്കാം, ആരെന്ന് എനിക്കറിയത്തില്ല. അന്നത്തെയൊക്കെ ന്യായപ്രമാണം തുകൽ ചുരുളുകളായിരിക്കുന്നത്. അത് പകർത്തി എഴുതുന്ന ജോലിയാവന്. പേര് ശിമയോൻ. ഒരു പുസ്തകത്തിൽ ഇന്നത്തെ പ്രിന്റ് ചെയ്ത് പല കോപ്പി ഒന്നും ഉണ്ടാക്കുന്ന സാഹചര്യം വന്നില്ല. പകർത്തി എഴുതണം. ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെയും പലർക്കും കൊടുക്കുന്നത് പകർത്തി എഴുതി കൊടുക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഈ ചെറുത്ത് തന്നെ ആരംഭ സമയങ്ങളിൽ ഞാൻ പഠിപ്പിച്ച തിരുവചനം ഞാൻ നോട്ട് കൊടുക്കുന്ന പകർത്തി എഴുതിയായിരുന്നു. പിന്നല്ലോ ഈ മലയാളം പ്രിന്റിങ്ങൊക്കെ വന്നത്. സ്തോത്രം. അന്ന് ഒരു ഭക്തൻ ന്യായപ്രമാണ പുസ്തകം ചുരുളുകളിൽ നിന്ന് മറ്റതിലേക്ക് പകർത്തി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വന്നു. 13 കഴിഞ്ഞ് 14 എഴുതാൻ തുടങ്ങി. ഒന്ന് വായിച്ച വാക്യം യെശയ്യാ 7:14. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ബൈബിൾ എഴുതിയിട്ടില്ല കേട്ടോ. മാനുഷികമായ നിലയിൽ പകർത്തി എഴുതുമ്പോൾ ചിന്തിക്കാൻ സാധ്യതയില്ലേ? മെഡിക്കൽ സയൻസിനോ എൻ്റെ ബുദ്ധിക്കോ ലോക ചരിത്രത്തിലോ ഇല്ലാത്തൊരു കാര്യമല്ലേ എഴുതി വെച്ചിരിക്കുന്നേ? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതങ്ങ് പോട്ടെ, അവന്റെ പേര് ഇമ്മാനുവേൽ, അർത്ഥം ദൈവം നമ്മോട് കൂടെ. എൻ്റെ ഭാവനയാണ്, അവൻ ആ തൂലിക മാറ്റിവെച്ച് കാണും. ഇതെങ്ങനെ സംഭവിക്കും? ഒരു കാര്യം ഞാൻ പറയട്ടെ, എവിടെ പോയാലും കിട്ടാത്ത ചോദ്യത്തിന് മറുപടി അവൻ്റെ സന്നിധിയിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അഥവാ എല്ലാ ചോദ്യവും എല്ലാവർക്കും അറിയത്തില്ല ഉത്തരം. പലയിടങ്ങളിലും പല ഭവനങ്ങളിലും ഞങ്ങളോട് പോകുമ്പോൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട് പല ചോദ്യവും. പലതും ഞങ്ങൾക്ക് അറിയത്തില്ല. എത്ര ഇത് അരച്ചു കുടിച്ച് ഭരിച്ചാലും പലതും അറിയാത്ത ഇന്നുമുണ്ട്. എന്നാൽ ഇതിനകത്തൊരു വ്യക്തി അവരെല്ലാം അറിയാം. ഞാനങ്ങ് വിചാരിക്കുക, അവനിരുന്നു പ്രാർത്ഥിച്ച് കർത്താവേ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇതല്ലയോ പഴയ നിയമ ഭക്തന്മാർ ആഗ്രഹിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിന്റെ നിയോഗമുണ്ടായി. ശിമയോനെ, നിന്റെ ചോദ്യം ശരിയാ. മറുപടി നീ കണ്ണടയ്ക്കുന്നതിന് മുമ്പ്. ഒരു ചോദ്യം പറയാമോ? ചോദ്യം തെറ്റല്ല, ആവശ്യമില്ല ചോദ്യം ചോദിക്കരുത്. എനിക്കിത് ഇഷ്ടപ്പെടുന്ന ദൈവം പറഞ്ഞില്ല. ആത്മാവിൽ അവന് ദൂത് കിട്ടി.
ഇന്നു പകൽ ലഭിക്കുന്ന ദൂതിനായി സ്തോത്രം. പ്രവാചകന്മാരും പ്രവാചകന്മാരും വന്ന് ദൂത് പറയാൻ പോകുന്ന അതിനേക്കാൾ വലിയ ദൂതായി പറയുന്നത്. ദൂത് നീ വിഷമിക്കുന്ന, ഭാരപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന ഈ വിഷയമുണ്ടല്ലോ, നിന്റെ തലമുറയിൽ നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ഇന്ന് പകൽ ഈ ദൂത് എടുക്കുന്ന ആരെങ്കിലുമുണ്ടോ? ഹൃദയവേദനയോടുകൂടെ ഒരു വ്യക്തിയും അറിയാതെ നീ ദേവസ്ഥ ഇരുന്നപ്പോൾ പലപ്പോഴും ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 1000 അഭിപ്രായങ്ങളെക്കാളും ദൈവത്തിൻ്റെ ഒരു ആലോചനയ്ക്ക് വില. എൻ്റെ സാഹചര്യം കാണുമ്പോൾ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ പറയും, സാരമില്ല കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ മറക്കൂ, എന്തുവല്ല ആട്ടെ, മനുഷ്യരല്ലയോ. ഒരിക്കൽ ദാവീദ് പറയുന്നു, അവരെന്നെ വിസിറ്റ്, എൻ്റെ ശാരീരിക ക്ലേശത്തിലെ സമയത്ത്, ഞാൻ ഭാഗം എടുക്കുന്നില്ല, അവരെന്നെ വിസിറ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകും, പറയാ ഇവർ ഇതോട് തട്ടിപ്പോവും. ബൈബിളുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, സംഗീതം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന്റെ അവസാനമാ, ഇവൻ ഇനി എഴുന്നേക്കത്തില്ല. അത് അഭിപ്രായമാ. നമ്മളെപ്പറ്റി ഒത്തിരി അഭിപ്രായം പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ ഡൽഹിയിൽ ഒരു വലിയ ദേവദാസൻ പറഞ്ഞു, അവന് ഹാർട്ട് അറ്റാക്ക് ഉള്ള വ്യക്തി, അങ്ങോട്ട് പോകരുത്, അവൻ അധികം ജീവിക്കത്തില്ലെന്ന്. പറഞ്ഞ പുള്ളി അങ്ങ് പോയി. ഞാൻ ഇന്നുകൊണ്ട് മനുഷ്യനല്ല, അവൻ്റെ അഭിപ്രായത്തിന് വിലയില്ല, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിലയുണ്ട്. അവൻ ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ശക്തിമാൻ. അഭിപ്രായം പറയുന്നത് പറയട്ടെ, എന്തും പറയട്ടെ. അഭിപ്രായം ഇരുമ്പളക്കി ഒന്നുമല്ലല്ലോ. ഹൃദയവാസം പറഞ്ഞാൽ വേണ്ട, അത് പറയട്ടെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ ആലോചന, നീ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നീ ഈ കേട്ടത്, കണ്ടത്, വായിച്ചത് കണ്ണാലെ കാണും. ഈ പകൽ ദൈവാത്മാവിൻ്റെ ആലോചനയായിട്ട് ഒന്ന് ഏറ്റെടുക്കാമോ? നീ കരഞ്ഞതും, നീ പ്രാർത്ഥിച്ചതും, നീ ഹൃദയം വേദനിച്ചതും, നീ കണ്ണടച്ചിട്ട് നടന്നാലും നടന്നില്ലെങ്കിലും നിനക്കെന്തും അറിയാം. നടക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ദൈവം ചെയ്യാം, പലതും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കൊരു താല്പര്യമുണ്ട്, കർത്താവേ എനിക്കതൊന്ന് കാണണം. ദൈവം മാനിക്കും, ദൈവം മാനിക്കും. അത് വെച്ച് ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കും, ദൈവം ചെയ്യും. ഉഴപ്പിപ്പോകരുത്. കർത്താവിനോട് പറഞ്ഞാണെങ്കിൽ പറഞ്ഞല്ലേ പറയാൻ വേണ്ടി കാത്തിരിക്കണം. ആലോചന ലഭിച്ചാൽ എന്ത് ചെയ്യും? നിവർത്തിക്കും. മുൻപോട്ട് പോട്ടെ. അങ്ങനെ ദൂത് ലഭിച്ചു എന്നൊരു തെളിവാണ് ഞാൻ ഇപ്പോൾ തെളിവുണ്ട്. അവിടെ ദൂത് ലഭിച്ചു, അവൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതെത്ര നാൾ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയത്തില്ല. Patiently he waited for the fulfillment of his promise. അത് നമുക്കറിയത്തില്ല, അതാർക്കും അറിയത്തില്ല. പക്ഷെ എന്ത് ചെയ്യണം? പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. അവിടെയാണ് നമുക്ക് പറ്റാത്തത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ പ്രയോറിറ്റി മാറിപ്പോന്ന് കണ്ടുണ്ടോ? കുറച്ച് നാളൊക്കെ പ്രാർത്ഥിക്കും, ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇനി ഇതിനൊന്നൊരു വിടുതൽ ലഭിക്കാൻ സാധ്യത. പിന്നെ നമുക്ക് വേറെ വിഷയം കയറി വരും, ഇതങ്ങോട്ട് മാറ്റിവെക്കും. ദൈവം പറഞ്ഞതാണോ നീ മാറ്റിവെക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, എത്രാമത്തെ വയസ്സിലാ ഈ ശിമയോൻ പ്രാർത്ഥിച്ചെന്നും ആലോചന കണ്ട് എനിക്കറിയത്തില്ല. പക്ഷെ വൃദ്ധനായപ്പോൾ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം ദൈവം നിന്നോട് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്നത് വരെ ആയുസ് കൂട്ടിത്തരും. മനസ്സിലായില്ല. നമുക്ക് മുൻപേ കടന്നുപോയവരൊക്കെയും
ഭക്തരല്ലാതെ നാം ഭക്തര, അതല്ല ഞാൻ പറയുന്നത്. അവരുടെ സമയമായ ദൈവം അവരെ വിളിച്ചു. പക്ഷേ നിന്നോട് ദൈവത്തിന് ചില പ്രോമിസസ് ഉണ്ട്. അത് കണ്ണാലെ കാണുന്നവരെ ഈ ലോകത്തിൽ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വിശ്വസിക്കണം. ആയുസ് കൂട്ടി ഇല്ലയോ? ഈ ശിമയോന്റെ ആയുസ് കൂട്ടിയെന്നേ. അനേക നല്ല ഭക്തന്മാർ കോവിഡ് സമയത്ത് പോയി. അനേക ദൈവദാസന്മാർ പോയി. നാം എന്തുകൊണ്ട് നിൽക്കുന്നെന്താ? ഒരു സ്തോത്രം പറഞ്ഞേ. നാം എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്? ഞാൻ 91 സംഗീതത്തിൽ കാണാതെ പഠിച്ചുകൊണ്ടാണോ? അല്ല, എന്നോട് പറഞ്ഞത് ചിലതൂടെ നിവർത്തിപ്പാൻ ബാക്കിയുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് പർപ്പസ് ഉണ്ട് കേട്ടോ, അത് മറന്നു പോകരുത്. ഇവൻ ഇരിക്കുന്ന തുടങ്ങി അപ്പോഴൊന്നും ദൂതം വന്ന് പറഞ്ഞൊന്നുമില്ല. അപ്പോഴൊന്നും യേശു കുഞ്ഞ് വന്നുമില്ല. അവന് വരാൻ കാലസമ്പൂർണതയിലെ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവപ്രവൃത്തിക്ക് ഒരു സമയമുണ്ട്. കഴിഞ്ഞ ദിവസം ആരോ പ്രസംഗിച്ചല്ലോ, 9-ാമത്തെ അധ്യായം. ഏത് 9? യോഹന്നാൻ. ദൈവപ്രവൃത്തി നമ്മൾ EPC ആയത് കേട്ടോ. ഇമ്മാനുവൽ, ദൈവം നമ്മോട്. ഇത് പറയുമ്പോഴേക്കും സന്തോഷം വേണം. ഇവൻ ഇത്ര ഈ യുവാവായി പ്രായമായി എന്ന് വരെ എന്തുകൊണ്ടായി ഇവന് സമയം ലഭിക്കാത്തത് എനിക്കറിയത്തില്ല. ദൈവത്തിനൊരു സമയമുണ്ട്. അന്നേരം അവനെപ്പറ്റി ചോദിക്കുക, ഇവൻ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താ? മറുപടി, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ. ഇച്ചിരി മുമ്പേ വെളിപ്പെടുത്താൻ ഞാൻ എന്തായത്? ഞാൻ ജനിച്ച് കുറച്ച് കുറഞ്ഞ വർഷം ആ പാരൻസിൻ്റെ ഒരു സന്തോഷമായിരുന്നല്ലോ. ഇതിനൊന്നും നമ്മുടെ പക്കൽ മറുപടിയില്ല. ചോദിക്കുന്ന മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്നോ ഇവൻ്റെ പാരൻസ് ഉണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പാരൻസും ഉണ്ട്, അയലോക്കം ഉണ്ട്, ചർച്ച ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ഗദരദേശത്ത് ഭൂതദേശത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും അവൻ ഒറ്റപ്പെട്ടവനാ. എന്തുകൊണ്ട് ദൈവം അന്നേരം ഡീൽ ചെയ്തില്ല? അതാണ് വിഷയം. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിന് സമയമുണ്ട്. മുമ്പോട്ട് പോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ലൂക്കോസ് 2:26 വായിച്ചേ. അപ്പൊ അരുളപ്പാട് കിട്ടിയവൻ എന്ത് ചെയ്യണം? ആലയത്തിലേക്ക് എങ്ങനെ പോകണം? നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലൊന്ന് ചിന്തിക്കുക എങ്ങനെയാ വന്നെന്ന്. അയ്യോ, സമയത്ത് ചെന്നില്ല. പിന്നെ പാഷ പ്രസംഗത്തിനകത്തോട് പറഞ്ഞു ചിലപ്പം. അതുകൊണ്ട് ഇതിങ്ങെടുത്തു പെട്ടെന്ന് ഓടി അകത്ത് കയറി. മനസ്സിലായില്ല. പിന്നെ എൻ്റെ സീറ്റിൽ കയറിയിരുന്നോ? അതിനൊരു ബഹളം. വന്നതുപോലെ നട്ടപ്പോഴും ഒരു കൊട്ട പറിച്ചപ്പോഴും ഒരു കൊട്ട എന്ന് പറഞ്ഞ പോലെ വന്നതുപോലെ ആത്മനിയോഗത്താൽ വരുന്നവൻ പ്രോമിസ് കാണും. അവനെ കാണും, അവനെ സ്പർശിക്കും. ഇന്ന് രാവിലെ ഈ ആലോചനയിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആദാം അവൻ്റെ മുൻപിൽ കൂടെ മൃഗങ്ങളെ കടത്തിവിട്ടു ദൈവം. അവൻ ഇട്ട പേര് അതിനായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു പുതിയ പ്രഭാതം കർത്താവ് തന്നു. ഇന്ന് പ്രഭാതത്ത് പറയേണ്ടത് ഇതെൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്.
എന്നോട് ദൈവം പറഞ്ഞ ആലോചനയുടെ പൂർത്തീകരണ ദിവസമായെന്നുള്ള ആത്മനിയോഗത്താൽ ഇവിടെ ദൈവജനം ആരാധിക്കുമ്പോൾ 2 കാര്യം നടക്കാം. 1, ആരാധ്യ പുരുഷനെ കാണാം. 2, അവനെ സ്പർശിക്കാം. കഴിഞ്ഞ ആഴ്ച കേട്ടതല്ലേ, ആൾത്തിരക്കിന്റെ ഇടയിൽ ആര് വന്നു, ആര് നിൽക്കുന്നു, പത്രോസ് ആരാ, യോഹന്നാ, ഇതൊന്നുമല്ല അവക്ക് വിഷയം. അവക്ക് വിഷയം ഇവനെ ഒന്ന് സ്പർശിക്കണം. നമ്മുടെ വിഷയം എന്തുവാ? ഒരു സ്വതന്ത്രമൊക്കെ പറയണേ. അവനെ കാണണം, അവനെ സ്പർശിക്കണം. അവനെ കണ്ടാൽ നിന്റെ ജീവിതം മാറും. അവനെ സ്പർശിച്ചാൽ അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മനിയോഗത്താൽ ദൈവമക്കളെ രാവിലെ എഴുന്നേറ്റ് അല്പനേരമൊക്കെ ദൈവത്തിന് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട്, വലിയ ഗ്രൂപ്പ് പ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ പ്രാർത്ഥിച്ച്, കർത്താവേ ഇന്ന് പകൽ ആരാധനയ്ക്ക് എന്നെ കൊണ്ടുപോകുന്നുവെങ്കിൽ അവിടെ വിടുതൽ എനിക്ക് വേണേ എന്ന് പറയാമോ? എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ സാഹചര്യങ്ങൾക്ക്, എൻ്റെ വിഷയങ്ങൾക്ക്, എൻ്റെ ജീവിതത്തിന് ഒരു വിടുതൽ ആവശ്യമാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോ ആത്മനിയോഗത്താൽ വന്നു. ഞാൻ വരാൻ കാരണം എന്താണ്? ഞാൻ നിർദ്ദിച്ച ഇവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൻ്റെ നിയോഗം കിട്ടി. എഴുതേക്ക്. പ്രാർത്ഥന മറുപടി ആലയത്തിൽ വരുന്നു. മറുപടി ആലയത്തിൽ വരുന്നു. പിന്നെ ഈ ലേസിയായിട്ട് പോയാൽ വേറെ ആരും കയ്യിലെടുക്കും. ശരിക്കും മുഖം കഴുകി വേണമെങ്കിൽ 2-3 പ്രാവശ്യം കുളിച്ച് വന്നു പറയും യോഗത്തിന്. കാരണം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, 3-4 പ്രാവശ്യം കുളിച്ചാലും വേണ്ടിയില്ല. ഹല്ലേലൂയ. ഞാൻ അതല്ലേ പറഞ്ഞ, വേണമെങ്കിൽ പാട്ട് പാടുമ്പോൾ ഉറങ്ങിക്കുമോ? ഹല്ലേലൂയ. കേട്ടോളേ, ശിമോനെ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാണല്ലോ, പ്രഭു കാംകർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പറ്റത്തില്ല, നാളെ വരുന്നു. നീ പെട്ടെന്ന് ചെന്നില്ലേ വേറൊരുത്തൻ കൈ കൊണ്ടുപോകുന്ന ആ ആലോചന പ്രാപിച്ച ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നു. ഒന്ന് വിശ്വസിക്കാമോ? ഉദാഹരണം എത്രയോ പ്രാവശ്യം പറയും, സമയമില്ല പിന്നെയും പറയണം. ഈ അപ്പച്ചൻ്റെ ഓട്ടോ കണ്ടപ്പോഴത്തേക്ക് അറിയാമല്ലോ, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, തൊഴുത്തിലോടുന്നു. പിന്നെ അമ്മാമ്മയോട് പറയുന്നു, എടി 3 നടങ്കടി ഇന്നാ എടുക്ക്. 1 മുറി അപ്പത്തിന് 3 നടങ്കടി മാവാണെങ്കിൽ ഞാൻ എന്തോ മുറിയാത്. ഈ മുറിയും കാളയൊന്നും അല്ല വിഷയം, അവൻ്റെ ഉത്സാഹം വിഷയം. വന്നത് സോതോമിൻ്റെ നാശം പറയാനാ വന്നത്. ഞാൻ എൻ്റെ സ്നേഹിതനോട് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അവൻ ചെയ്യാൻ പോകുന്നത് പറയാമെന്ന വന്നപ്പോൾ ഇവൻ്റെ ഈ ഓട്ടോ കണ്ടപ്പോഴത്തേക്ക് ദൈവം പ്ലാൻ മാറ്റി. അബ്രഹാമേ, അടുത്ത വർഷം അടുത്ത വർഷം 24 വർഷത്തിന് മുമ്പ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ആലോചന പൂർത്തീകരിക്കുന്ന വർഷമാണ്. അവള് ഈ ദൂതിൽ സാറയ്ക്ക് ചിരി കൊണ്ടുവന്നു എന്നായിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തുവാ? ചിരി ഇല്ലാത്തടത്ത് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നോ? ചിരി ഇല്ലാത്തടത്ത് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ മുഖത്തിന്റെ ഭാവം മാറി നിരാശ മാറ്റുവാൻ ഈ ദൈവത്തിന് മാത്രമേ കഴിയൂ. പെട്ടെന്ന് ചെല്ല്. അങ്ങോട്ട് ചെന്നപ്പോൾ അടുത്തത് 2:27
മുതൽ 31. പെട്ടെന്ന് വായിക്കേ. ആ ആ ആ ഒരു 10-40 വയസ്സ് കാണുമായിരിക്കും, അല്ല 8 എന്തുവാ വയസ്സല്ല കേട്ടോ, ദിവസം. ആ ഇതങ്ങോട്ട് കൊണ്ടുചെന്നപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും വാങ്ങിച്ചു. നിനക്കുള്ളത് നീ തന്നെ മേടിക്കണം. ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. കൈ നീങ്ങെടുത്തു. അടുത്തത് ദൈവത്തെ. ഈ എത്ര കുഞ്ഞുങ്ങൾ അവിടെ വരുന്നുണ്ട്, ഇതിനെന്താ പ്രത്യേകത? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എത്ര നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ശ്രേഷ്ഠന്മാരാ. എത്ര കുഞ്ഞുങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇവൻ എന്താ പ്രത്യേകത? അതിനെ എടുത്ത് ദൈവത്തെ പുകഴ്ത്തി. അടുത്ത് ഇപ്പോൾ അടുത്ത അതിന്റെ വിഷയം. ആ ആ സകല ജാതികളെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ. മതി 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 മതി. നീ എന്നോട് പറഞ്ഞതുപോലെ ഇമ്മാനുവേൽ അല്ലെങ്കിൽ യേശു എന്ന പൈതലിനെ ഞാൻ കണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അല്ല, സകല ജനത്തിനും സർവജനത്തിനും ഒരുക്കിയിരിക്കുന്ന രക്ഷയായി കൈയിരിക്കുന്നത്. ഇതിനു വേണ്ടിയാ ദാവീദ് പ്രാർത്ഥിച്ചത്. സിയോനിൽ നിന്ന് രക്ഷ വന്നിരുന്നെങ്കിൽ, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. അപ്പൊ ഈ ശിമയോൻ ഏറ്റത് ആരെയാ? ക്രിസ്തുവിന്, അല്ലെങ്കിൽ രക്ഷ. രക്ഷിക്കപ്പെട്ടു രക്ഷ. അത് അങ്ങനെ പറഞ്ഞ് അത് നിസ്സാരമാക്കിയത്. അവനാ രക്ഷ, അവനാ ദൈവകൃപയും. അന്ന് ഞാൻ സംസാരിച്ചത് ദൈവകൃപ, കൃപ എന്ന വിഷയമായിരുന്നു. അവിടെയും ക്രിസ്തുവാ ഫോക്കസ് ചെയ്തത്. ഇവിടെ പറഞ്ഞത് രക്ഷ സകല ജനത്തിനും ജാതികൾക്ക് വെളിപ്പെടുവാൻ. അങ്ങനല്ലേ? അതിന്റെ അർത്ഥം എന്തുവാ? പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് വെളിപ്പെടാൻ വേണ്ടിയ ആ വെളിപ്പെടാനുള്ള രക്ഷ ഞാൻ കണ്ടു. ഇനി ഞാൻ എന്ത് ചെയ്യാം? സമാധാനത്തോടുകൂടി അങ്ങ് പോട്ടെ. ഈ പകൽക്കാലം നിന്റെ വിഷയത്തിൻ്റെ മറുപടി നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് അത് കാണണമെങ്കിൽ അവനെ കണ്ടാൽ മതി. അവനെ കണ്ട് അവനെ ഒന്ന്. ഇപ്പൊ എവിടെ ഇരിക്കുന്ന ഈ രക്ഷ? കയ്യിലാ. അവൻ സാറ്റിസ്ഫൈഡ് എൻഡ്. ഇനി എനിക്ക് അതിൻ്റെ അർത്ഥം എന്തുവാ? ആ ദൂത് കേട്ടപ്പം മുതൽ ഹൃദയത്തിലൊരു ഭാരമായിരുന്നു. അതെനിക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ? നൗ സകല ബുദ്ധിയെയും കവിയും ദൈവിക സമാധാനം. സമയം മുമ്പോട്ട് പോയല്ലോ. കൃത്യമേശയുമുണ്ട്. 9 മണിക്കൂർ വേണമെങ്കിൽ എടുത്തോളാണ് ആ പാർഷ പറഞ്ഞിരിക്കുന്നത്. അതല്ലേ പറഞ്ഞു? ചാർജ് ഉള്ളതെന്നാ പറഞ്ഞു. ഈ മയക്കിന് 9 മണിക്കൂറെ ചാർജ്. നമ്മൾ അത്രയും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. യുദ്ധം കണ്ടു പേടിച്ച് പിന്മാറുമോ എന്ന് ദൈവത്തിന് തോന്നി. നമ്മെപ്പറ്റി വിചാരിക്കുന്ന ദൈവമില്ലേ? നമ്മൾ ചെറുതായി ബന്ധുക്കൂട്ടുകാരൻ പോകുന്നു വിചാരിക്കുന്നത്. നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ബൈബിൾ ബാക്കി കൊണ്ടുപോയത് 29-11 അറിയാമല്ലോ.
ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ എന്തെന്ന് ഞാൻ അറിയുന്നു. അത് നന്മയ്ക്കായിട്ട് തിന്മയ്ക്കായിട്ടല്ല. Praise the Lord. ദൈവം കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം, അവർക്ക് പോകുവാൻ വഴിയുണ്ട്. യാക്കോബും കുടുംബവും എന്ന രാജപാതയുണ്ട്. വേണമെങ്കിൽ അതുവരെ കൊണ്ടുപോകാം. പക്ഷെ ദൈവിക പ്ലാൻ അതല്ല. ദൈവം നാം ചിന്തിക്കുന്നവരല്ല കേട്ടോ ചിന്തിക്കുന്നത്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനം ഞാൻ പറയട്ടെ, ഒരുപക്ഷെ അതുവഴി പോയിരുന്നുവെങ്കിൽ പലതും കണ്ടവർ പിന്മാറിപ്പോ, എന്നിട്ട് പിന്മാറിയില്ലയോ? ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അതാ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 17 വായിച്ചു. ഏതിൻ്റെ 17? 13-17. ഏത് പുസ്തകമാണ്? പുറപ്പാട്. പെട്ടെന്ന് വായിക്കണം, പെട്ടെന്ന് വായിക്കും സമയം. ആ ആ അതിനെ കൊണ്ടുപോയില്ല. പക്ഷെ എന്താ ഇപ്പം ആകെ ചുറ്റല. ഇതാ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാതെ. ദൈവം ദൈവം കൊണ്ടുപോകുമ്പോൾ ഈ ചുറ്റലോ വേറൊരു ഭാഗത്ത് ആവർത്തനത്തിരിക്കുന്ന പർവ്വതത്തെ ചുറ്റു നടന്നായിരിക്കും. അങ്ങോട്ട് പോകും, പിന്നെ പിന്നെ അങ്ങനെ ഇങ്ങനെ നമുക്ക് അറിയാമല്ലോ. ചില വഴി തെറ്റി പോകും, പിന്നെ അവിടെ തന്നെ വരും, പിന്നെ ഈ GPS കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ചുറ്റല. അവസാനം എവിടെത്തി? ഞാൻ വായിക്കുന്ന അവിടെയൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതിലുണ്ട്. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ പോട്ടെ, ചുറ്റി നടത്തി താഴോട്ട് വായിക്കുമ്പോൾ അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേൽസ്തംഭം, പിന്നെ വെളിച്ചം, യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു, അത് വിട്ട് മാറിയില്ല. ഇതൊക്കെ ഇതിലുണ്ട്. അങ്ങനെ അവർ എവിടെത്തി? ചെങ്കടലിൻ്റെ തീരത്തെത്തി. 2 സൈഡും പർവ്വതം, മുൻപിൽ ചെങ്കടൽ, പിന്നിൽ ഇത് 3 സാരമില്ല. പക്ഷെ ജനത്തിന് സംസാരം സഹിക്കാൻ വയ്യാത്ത, ഈ വാളിനേക്കാളും തോക്കിനേക്കാളിലും കല്ലിനേക്കാളും ശക്തിയാ പിറുവിറുപ്പിനല്ല, വാക്കിന്. അവരിപ്പം സ്വന്തം പിറുവിറുക്കുമല്ല. അവിടെ കുഴിയില്ലായിരുന്നു. അവിടെ എഴുതിയിട്ടുള്ളത് അല്ലയോ? ഞങ്ങളെ അടക്കാൻ അവിടെ കുഴിയില്ല. ഇതാരാ? ചോരത്തളി ആചരിച്ച ജനം. ഇവർക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. വാഗ്ദത്തം പ്രാപിക്കാൻ പോവുകയാ. അവിടെ കുഴിയില്ലാഞ്ഞോ? ആ ആ ഞങ്ങളോട് ഈ ചെയ്തത്. അടുത്തത് അവിടെ വെച്ചാ പറഞ്ഞ ഈ പണിക്കൊന്നും ഞങ്ങളില്ലെന്ന്. അയ്യോ, ഇങ്ങനെയൊക്കെ പറയുമോ ആൾക്കാർ? അടുത്ത ആ ഹല്ലേലൂയ. മിസ്രൈമ്യർക്ക് ഇതാ സാക്ഷാൽ പെന്തിക്കോസ്ത്. നമ്മളൊക്കെ ഒന്നുമില്ല. ഇതിനും നല്ലത് അടുത്തത്. ഇതൊന്നും പറഞ്ഞിട്ടും മോശയ്ക്ക് യാതൊരു കുശലമില്ല. എന്താ കാര്യം എന്നറിയാമോ? ദൈവം മോശയോട് പറഞ്ഞു, ഈ ചുറ്റലുമുണ്ട്, വഴി പ്രശ്നവുമുണ്ട്, ഇത് അവരോട് പറയാൻ പറഞ്ഞതാണ്. അറിയാമോ? 14 വായിക്കണ്ട. ഈ സംഗതികൾ വഴിയിലുണ്ടെന്ന് നീ അവരോട് നീ എന്നിൽ നിന്ന് കേട്ട ദൂത് അവരോട് പറയണം. അത് കേൾക്കാഞ്ഞത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ദൈവം പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പറയണ്ടാത്തെന്ന് പറഞ്ഞു പോകും. ഒരു സ്വന്തം പറയാം, ദൈവം പറഞ്ഞ ആലോചന അതുപോലെ ഏറ്റെടുത്തില്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിൽ നീ പറയണ്ടാത്തത് പറഞ്ഞു പോകും. എന്ന് വിചാരിച്ച് 14-13 വായിച്ചേ.
ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്. അപ്പം മോശയുടെ വടിയല്ല ചെങ്കടൽ വിഭജിച്ചത്, ദൈവം ഒരുക്കിയ രക്ഷയാ. അങ്ങനെയെങ്കിൽ ആ രക്ഷ ഇവിടെയുണ്ട്. അടഞ്ഞു കിടക്കുന്ന വാൽ തുറക്കുവാൻ അവന് കഴിയും. വഴിയില്ലാത്തയിടത്ത് വഴി ഒരുക്കുവാൻ ഈ രക്ഷയ്ക്ക് കഴിയും. ഭക്തൻ മോശ പറയുക, ഇന്ന് നിങ്ങൾ അവൻ ഒരുക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. നമുക്കൊന്ന് എഴുന്നേറ്റെടുക്കാം. ഈ വചനം ഒന്ന് ധ്യാനിക്കാമോ? നാം വായിച്ച തീത്തോസിന്റെ ലേഖനത്തിൽ 1 ദൈവകൃപ കൊണ്ടുവരുന്ന രക്ഷ, 2 ഭാഗ്യകരമായ പ്രത്യാശ, 3 യേശുവിൻ്റെ പ്രത്യക്ഷത. 2-3 കാര്യങ്ങൾ തിരികിതമായ അടുത്ത ആഴ്ച പറയാം. ഇന്ന് പകൽ ആത്മനിയോഗത്തോട് വന്ന ആരെങ്കിലുമുണ്ടോ? ഞാൻ ചോദിച്ചത് ആലോചന കേട്ട് വന്ന ആരെങ്കിലുമുണ്ടോ? അഭിപ്രായം കേട്ടവരല്ല. എന്നോട്, എൻ്റെ തലമുറയോട്, എൻ്റെ ഭവനത്തോട് ഇന്ന സമയത്ത് ദൈവം എന്നോട് സംസാരിച്ച വചനം ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അത് നടന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അസ്വസ്ഥതയായിരിക്കുന്ന ഹൃദയമുണ്ടോ ഇന്നിവിടെ? പുറമേ ചിരിക്കുന്നുവെങ്കിലും ഉള്ളിലെ ഭാരം അറിയാവുന്ന ഒരുവൻ ഇന്ന് പകൽ ഇവിടെയുണ്ട്. അവന്റെ പേരാ രക്ഷ. സിയോനിൽ നിന്ന് രക്ഷ വന്നിരുന്നുവെങ്കിൽ 2000 പല വർഷത്തിനു മുമ്പ് ഒരു ഭക്തൻ ആ രക്ഷയെ കണ്ടില്ലയോ? അതാരെന്നറിയാമോ? വചനം ജഡമായി ഭൂമിയിൽ വന്നവൻ. കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ മധ്യേ പാർത്തവൻ. 33 തിരുവയസ്സിൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നവൻ. പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് മഹത്വത്തിലേക്ക് പോയവൻ. അതല്ലേ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. അവൻ വരും, അവൻ വരും, അവൻ വരും. ആ രക്ഷ വരും, ആ രക്ഷ വരും. തനിക്കായി പാപം കൂടാതെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഈ ദിവസങ്ങളൊന്നിൽ അവൻ വരുമെന്ന് വിശ്വസിക്കാമോ? മാനുഷിക അഭിപ്രായങ്ങൾ കേട്ട് മനസ്സ് ക്ഷീണിക്കരുത്. മറ്റുള്ളവർ നമ്മെ കുറിച്ച് എന്തു പറയുന്നു നീ അത് കാര്യമാക്കരുത്. ദൈവം എന്ത് ആലോചന പറയുന്നു അത് ഏറ്റെടുക്ക. നിന്റെ വിഷയം നിന്റെ സ്പൗസിനേക്കാൾ കൂടുതൽ ദൈവം അറിയുന്നു. നിന്റെ പാസ്റ്ററേക്കാൾ കൂടുതൽ ദൈവം അറിയുന്നു.
കൂട്ടു സഹോദരൻ സഹോദരികൾക്കുള്ള ദൈവം അറിയുന്നു. അവനല്ലേ നിന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് വിചാരപ്പെടുന്നത്? അവേ എൻ്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം. പാട്ടൊന്നും പാടുന്നില്ല, ഈ വനവും ധ്യാനിച്ചാൽ മതി. നമുക്ക് വേണ്ടി രക്ഷകനായി വന്ന രക്ഷ, നമ്മെ രക്ഷിക്കുവാൻ അവൻ തന്നെ കാൽവറിയിൽ കയറി. ആ ഓർമ്മയ്ക്കായിട്ടല്ലേ നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത്. ഈ രക്ഷയെ കണ്ട ജീവിതങ്ങളെ എവിടെ ഇരിക്കുന്നത്? പൗലോസ് പറയുന്നു, ദമസ്കോസിന്റെ പടിവാതിൽ കയറി വെച്ച് ഞാൻ അവനെ കണ്ടു. നമ്മളും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവനെ കണ്ട് യാത്രയായവരാ. പലപ്പോഴും അവന്റെ സ്പർശനം ഏറ്റവരായി ഇവിടെ നിൽക്കുന്നത്. നിന്റെ ഓരോ കൂട്ടായ്മയും ഓരോ ദിവസവും ആത്മനിയോഗത്താലാകട്ടെ. രാവിലെ എഴുന്നേൽക്കും പറ, ഇന്ന് എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ദിവസമാ. ഒന്ന് ദൈവത്തെ സ്തുതിക്കാം, ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ജനം പിന്മാറിപ്പോയി. ചെന്ന് എത്തേണ്ട ഇടത്ത് ചെന്നെത്തിയില്ല. നമുക്ക് വേണ്ടി ഒരുക്കിയ ഭാഗ്യപദവി. ഞാൻ ചെന്നെത്തേണ്ട ഇടത്ത് ചെന്നെത്തും. ഓ യെസ്. ക്രിസ്ത്യ ജീവിതം സ്വപ്നമല്ല, യാഥാർത്ഥ്യമാ. ഓ യെസ്. ഭാഗ്യകരമായ പ്രത്യാശ. നമുക്ക് അടുത്ത ആഴ്ച ആ പാട്ട് പാടണം. ഇന്ന് പാടണ്ട. അങ്ങനെ കാണുവാൻ ആശ ഏറുന്നു, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രൂശിനെ ഒന്ന് ധ്യാനിക്കാമോ? ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ച്, ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ച്. എല്ലാവർക്കും ഇരിക്കാമോ? ഇരുന്ന് പാടാം, ഇരുന്ന് പാടാം. കൃപയേ 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 ചിന്തിയല്ലോ സ്വന്തരക്തമെനിക്കായി, ചിന്തിയല്ലോ സ്വന്തരക്തമെനിക്കായി. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കാൺമീൻ, ബിഹോൾഡ്. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം. എന്താ കാണാൻ പറഞ്ഞറിയാമോ? ക്രൂശിനെ കാണാനാ പറഞ്ഞത്. The real worship is to meditate on the cross of Calvary. ക്രൂശിനെ ധ്യാനിക്കുന്നത്, ക്രൂശിനെ ധ്യാനിക്കുന്നത് യഥാർത്ഥ ആരാധന. എന്റെ കണ്ണും നിറയട്ടെ. കാൺമീൻ, കാൺമീൻ, ബിഹോൾഡ്. നമ്മൾ അങ്ങനെ തന്നെയാ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആശ്ചര്യമേ, 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 ആശ്ചര്യമേ. ഇത് ആശ്ചര്യമാ.
നാം ദുർബലമായി വായിക്കുന്നതുകൊണ്ട് വചനം വായിക്കാൻ സമയമെടുക്കുന്നില്ല. ക്രൂസിനെ ധ്യാനിക്കും ശുശ്രൂഷയായത്. This table is a table of remembrance. അവന്റെ ഓർമ്മയ്ക്കായി ചെവി. 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച യേശുവിന്റെ ഓർമ്മയല്ല, കാൽവറിയിൽ മരിച്ചവന്റെ ഓർമ്മ. Is table of expectation. അവൻ ഇതുവരെയും വന്നിട്ടില്ല. ആ പ്രത്യാശ കൈവിടരുതേ. അവൻ വന്നിട്ടില്ല. ഈ ദിവസങ്ങളിലൊന്നിൽ ഈ ശുശ്രൂഷ ഒരുപക്ഷെ അവസാനിക്കുന്നതിന് മുമ്പ്, അല്ല അടുത്ത സൺഡേക്ക് മുമ്പ്, എപ്പോഴാണെന്ന് അറിയയില്ല. ആർ യു റെഡി? ഈ തിരുമേശ ഭക്തന്മാർക്ക് വേണ്ടിയുള്ളതാ. വിശുദ്ധ തിരുമേശ EPCയുടെ അല്ലിത്. ഇതിലേക്ക് കരങ്ങൾ നീട്ടുന്നതിന് മുമ്പ് നമ്മൾ മനുഷ്യരാകട്ടോ. ആഗ്രഹിക്കുക, തിന്മ നമ്മിലുണ്ട്. അവന് പുത്രനായ യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കാൻ മതിയായതാ. നാം കേൾക്കുന്ന വചനം ശുദ്ധിയുടെ നയിക്കുന്നു. നമ്മൾ വ്യാപരിക്കുന്ന ആത്മാവ്. ധ്യാനിക്കാം.